ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. PSC എക്സാംസിനായാലും ഇതൊരു LDS LGS ലെവലിലുള്ള എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വോയിസ് എന്ന് നോക്കാം. എന്താണ് അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ അല്ലെങ്കിൽ പാസീവ് വോയിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് ആയിരിക്കും ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ആരാണോ ആ സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്തിരിക്കുക, പ്രവൃത്തി ചെയ്തിരിക്കുക, ആ ആളിനെ പറ്റി അതിൽ തുടങ്ങുന്ന സബ്ജക്റ്റ് പെർഫോം ചെയ്തു എന്ന് വച്ച് പറയുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാലവും അല്ലെങ്കിൽ പണ്ടുപോലെ പറഞ്ഞു വരുന്ന ഒരു എക്സാമ്പിളാണ് മലയാളത്തിൽ രാമൻ രാവണനെ കൊന്നു. ആ സെൻറ്റൻസ് നമ്മൾ നോക്കിയാൽ അറിയാം, അവിടെ കൊന്നു എന്ന് പറയുന്നതാണ് പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്തത് രാമനാണ്. അപ്പോൾ രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് രാമൻ. അപ്പോൾ പ്രവൃത്തി കൊന്നു, ചെയ്ത സബ്ജക്റ്റ് ആരാണ് അല്ലെങ്കിൽ ചെയ്ത ആൾ രാമനാണ്. രാമൻ രാവണനെ കൊന്നു. അപ്പോൾ സബ്ജക്റ്റിനെ മെയിൻ ആക്കിക്കൊണ്ട് പറയുന്നതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എടുത്ത് പറയുന്ന സെൻറ്റൻസ് ആണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സ്ട്രക്ചർ എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ അത് മാറുന്നതാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാറ്റ്സ് ക്യാച്ച് മൈസ്. എന്ത് ചെയ്യുന്നു, പൂച്ചകൾ എന്തിനെ പിടിക്കുന്നു, എലിയെ പിടിക്കുന്നു. പൂച്ചകൾ എലിയെ പിടിക്കുന്നു, എലിയെ പിടിക്കുന്നു. അപ്പോൾ അവിടെ പൂച്ചയാണ് പ്രവൃത്തി ചെയ്തത്. അപ്പോൾ പൂച്ചയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ എന്താണ് പാസീവ് വോയിസ്? ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. മറ്റേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ആരാൽ? ബൈ. രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന സെൻറ്റൻസിലേക്ക്, എന്ന സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് നമ്മളതിനെ മാറ്റുന്നു. അതാണ് പാസീവ് വോയിസ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ ആദ്യം പ്ലേസ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിനെ തന്നതിനെ പ്ലേസ് ചെയ്തതിന് ശേഷം സബ്ജക്റ്റ് ലാസ്റ്റ് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പറയുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടുത്തെ സെൻറ്റൻസിൽ ക്യാറ്റ്സ് ക്യാറ്റ്സ് മൈസ് എന്ന് പറയുന്ന സെൻറ്റൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ മൈസ് ആർ കോട്ട് ബൈ ക്യാറ്റ്സ് എന്നാവുന്നു. മൈസിനെ ആര് പിടിക്കുന്നു, അല്ലെങ്കിൽ മൈസ് എല്ലാം പൂച്ചകളാൽ പിടിക്കപ്പെടുന്നു, പൂച്ചകളാൽ പിടിക്കപ്പെടുന്നു. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണെന്നാണ്. ഇത് നമുക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മനസ്സിലാക്കുക. ഇതൊന്ന് വായിച്ച് വെച്ചേക്കുക. ഇങ്ങനെ റൂൾസ് പഠിച്ചിട്ട് നമ്മൾ റൂൾസ് ഇങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ സെൻറ്റൻസ് എക്സാമ്പിൾ ബൈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂൾസ് എന്താണെന്ന് മനസ്സിലാവും. പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഈ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ, ആക്റ്റീവിൽ നിന്നും പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ V3 ഫോം ആയിരിക്കും. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. വെർബിൻ്റെ പാസ്റ്റ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ബി എന്ന് പറയുന്നത് ചേർക്കേണ്ടി വരും. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് മീ ആവും, ഹി ഹിം ആവും, ഷീ ഹെർ ആവും. അങ്ങനത്തെ മാറ്റങ്ങളും കൂടി എന്തിൽ വരുന്നുണ്ട്, ഈ പറയുന്ന കൺവേർഷനിൽ വരുന്നുണ്ട്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വരുന്നുണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. ഓരോ എക്സാമ്പിൾ ബൈ എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കൂ, അതൊരു സിമ്പിൾ പ്രസൻറ്റിൽ കിടക്കുന്ന സെൻറ്റൻസ് ആണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇതാണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്താണ്? ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ ഇവിടുത്തെ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എ ലെറ്റർ ആണ്. എ ലെറ്റർ ഈസ് ദ ഒബ്ജക്റ്റ് ഹിയർ. ആൻഡ് അവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ റൈറ്റ്സ് ആണ്. ഇനി നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, റിവേഴ്സ് ചെയ്യുന്നു. ഇനി ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റിൽ കിടക്കുന്നതിന് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ്സ് ആയതുകൊണ്ട് ആ റൈറ്റ്സ് എന്തായി മാറും, ഈസ് റിട്ടൺ. നമ്മൾ പറഞ്ഞു V3 ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം, V3. റൈറ്റ്, റോട്ട്, റിട്ടൺ. ആ റിട്ടൺ ആണ് നമുക്ക് വേണ്ടത്, V3 ഫോം. അപ്പോൾ എ ലെറ്റർ ആദ്യം എഴുതുക. എ ലെറ്റർ റൈറ്റ്സ് എന്താവുന്നു, ഈസ് റിട്ടൺ. ഈസ് റിട്ടൺ എന്താവുന്നു, ഈസ് റിട്ടൺ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. ഷീ ഹെർ ആവും. ഷീ എന്താവുന്നു, ഹെർ ആവുന്നു. സോ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. ഇനി അടുത്ത് പാസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് കിടക്കുന്ന സെൻറ്റൻസ് ആണെങ്കിലോ, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് കിടക്കുന്നതെങ്കിലോ, ഇവിടെ ഈ ലെറ്റർ തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഷീ ആണ് സബ്ജക്റ്റ്, ഈസ് റൈറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് വോയിസിലെ ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. ആ വെർബിനെ അപ്പോൾ എങ്ങനെ മാറ്റിയും, ഈസ് റൈറ്റിംഗ് ഓൾറെഡി കിടക്കുന്നു. അപ്പോൾ നമ്മളവിടെ ഈസ് ബീയിങ് ചേർക്കുക. ഈസ് ബീയിങ് എന്ത് ചേർക്കണം, ഈസ് ബീയിങ് ചേർക്കണം. ING ഫോമാണ് വന്നിരിക്കുന്നതെങ്കിൽ. എന്നിട്ട് റൈറ്റിങ്ങിനെ വീണ്ടും റിട്ടേൺ ആക്കുന്നു. അപ്പോൾ ഈസ് വന്നതുകൊണ്ട് നമ്മൾ ഈസ് ബീയിങ് ആക്കുന്നു. ദേ ആർ റൈറ്റിംഗ് എന്നാണ് കിടക്കുന്നതെങ്കിൽ ദേ ആർ ബീയിങ് എന്നാക്കുന്നു. ദേ ആർ ബീയിങ് റിട്ടേൺ. അല്ലെങ്കിൽ അതിനെന്താക്കുന്നു, എ ലെറ്റർ
അങ്ങനെ നമ്മൾ തിരിച്ചു മാറ്റുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ ആ എ ലെറ്ററിൻ്റെ കൂടെ എന്ത് മതി? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. അടുത്ത സിമ്പിൾ പാസ്റ്റ് കിടക്കുന്ന നോക്കാം. ഷീ റോട്ട് എ ലെറ്റർ. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റും? ആ റോട്ട് നമ്മൾ റൈറ്റ്സിൻ്റെ കൂടെ ഈസ് ചേർത്തതുപോലെ റോട്ടിൻ്റെ കൂടെ എന്ത് ചേർക്കുക? പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ചേർക്കുക. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹെർ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹെർ. അടുത്തതാണെങ്കിലോ ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ നേരത്തെ ഷീ ഈസ് റൈറ്റിംഗ് ലെറ്ററിനെ ഈസ് ബീയിങ് ആക്കിയതുപോലെ ഇവിടെ വാസ് ബീയിങ് ആക്കുക. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നമ്മളിത് ബേസിക് റൂൾസിൽ പെടുന്നതാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് അടുത്തത് നോക്കാം. അടുത്തത് നോക്കൂ. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് കിടന്നാൽ എന്ത് ചെയ്യും? ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ എന്നാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മാറ്റേണ്ടത് എ ലെറ്റർ ഹാസ് ബീൻ ആക്കണം. അതുപോലെ തന്നെ ഹാഡ് കിടന്നാൽ ഹാഡ് ബീൻ ആക്കണം. ഹാവ് കിടന്നാൽ ഹാവ് ബീൻ ആക്കണം. ഓക്കെ ആണല്ലോ. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ. ഹാസിൻ്റെ കൂടിയാണ് ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടിയാണ് ബീൻ ചേർക്കേണ്ടത്. ഇനി മൊഡാൽ ഓക്സിലറീസ് വരുന്ന വെർബ്, അതായത് നമുക്ക് വെർബായിട്ട് എന്ത് കിടക്കുന്നു? മൊഡാൽ ഓക്സിലറീസ് കിടക്കുകയാണ്. ഷീ ക്യാൻ റൈറ്റ് എ ലെറ്റർ. ഷീ ക്യാൻ റൈറ്റ് എ ലെറ്റർ ആണെങ്കിൽ ക്യാനിൻ്റെ കൂടെ ബി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ V3 തന്നെ എഴുതുക. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, പാസീവിൽ എപ്പോഴും എന്ത് വരും? V3 ഫോം ആയിരിക്കും വരിക, V3 ഫോം. അപ്പോൾ ഷീ ക്യാൻ റൈറ്റ് എ ലെറ്റർ എന്താവണം? എ ലെറ്റർ ക്യാൻ ബി റിട്ടൺ. അതാണ് നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ക്യാൻ ബി റിട്ടൺ ബൈ ഹെർ. ദെൻ ഇമ്പറേറ്റീവ്, നമ്മൾ എന്തെങ്കിലും ഓർഡർ കൊടുക്കുന്നു, സജഷൻ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ, അതിൻ്റെ കൂടെ നമ്മളവിടെ ഇല്ലെങ്കിലും ലെറ്റ് എന്ന് പറയുന്നത് ചേർക്കുക. ഓപ്പൺ ദ ഡോർ പോലുള്ള ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ലെറ്റ് എന്ന് പറയുന്നത് ചേർക്കുക. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഈ സ്ട്രക്ചർ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ, അതായത് സെൻറ്റൻസിനെയും ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഇനി ഇൻട്രാൻസിറ്റീവ്. എന്താ ഇൻട്രാൻസിറ്റീവ് എന്നല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ് വേർബ്സിന് എപ്പോഴും ഒബ്ജക്റ്റ് ആവശ്യമാണ്. അതാണ് ട്രാൻസിറ്റീവ് വേർബ്സ്. അവൻ അടിച്ചു, അതായത് അവൻ അടിച്ചു എന്ന് പറയുമ്പോൾ ആരെ അടിച്ചു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഒബ്ജക്റ്റ് വേണം. അവൻ അവളെ അടിച്ചു, അല്ലെങ്കിൽ അവൻ അതിനെ അടിച്ചു. ഏതെങ്കിലും ഒരു വസ്തുവിനെ അവിടെ നമ്മൾ മെൻഷൻ ചെയ്തേ മതിയാവൂ. അതാണ് ട്രാൻസിറ്റീവ് വേർബ്സ്. എന്നാൽ അവൻ ഉറങ്ങി, ആ ഉറങ്ങി ഒരു ക്രിയയാണ്, പക്ഷെ അവിടെ ആരെ എന്തിനെ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല. അങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പട്ടി കുരച്ചു, അവൻ ഉറങ്ങി, അവൾ നടന്നു, അവിടെയൊന്നും നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനെയാണ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ബേർഡ്സ് ഫ്ലൈ, അവിടെ എന്തിനെ ആരെ എന്ന ചോദ്യമില്ല, അതുകൊണ്ട് ഫ്ലൈ അവിടെ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഈ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ആണ് വരുന്നതെങ്കിൽ അതിന് പാസീവ് വോയിസ് ഇല്ല. ഇൻട്രാൻസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ എന്തില്ല? പാസീവ് വോയിസ് ഇല്ല. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വെച്ച് നമുക്ക് ചോദിച്ചിട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേരി ഓപ്പൺഡ് ദ ഡോർ. മേരി ഓപ്പൺ ദ ഡോർ. ഇവിടെ നമ്മൾ കറക്റ്റ് പാസീവ് വോയിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, മേരി വാസ് ഓപ്പൺ ദ ഡോർ. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. ഓപ്പൺഡ് ദ ഡോർ ബൈ മേരി. മേരി ഹാസ് ഓപ്പൺഡ് ദ ഡോർ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് വരണം. ഇവിടെ ഒബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ലാസ്റ്റേ വരാൻ പാടുള്ളൂ. ഇവിടെ ഓപ്പൺഡ് ഓൾറെഡി V3 ഫോമിലായതുകൊണ്ട് ഓപ്പൺഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാത്തിലും ഓപ്പൺഡാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ മേരി തുടക്കത്തിൽ വരുന്ന സെൻറ്റൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും ഡിയും അങ്ങനെയാണ് കിടക്കുന്നത്. അത് രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് നോക്കൂ, ദ ഡോറാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡോറിൽ തുടങ്ങണം. അങ്ങനെ ഒരേ ഒരു സെൻറ്റൻസ് അവിടെ ഉള്ളൂ, ബി ആണ്, ഓപ്ഷൻ ബി. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ദ ഡോർ വാസ് ഓപ്പൺഡ്. നമ്മൾ പറഞ്ഞു ഓപ്പൺഡ് വന്നിരിക്കുന്നു. പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ഓപ്പൺഡിൻ്റെ കൂടെ എന്ത് ചേർക്കണം? വാസ് ചേർക്കണം. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ആൻസർ എന്താണ്? ബി, ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി.
ആക്റ്റീവ് സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരുന്നതെങ്കിൽ ഓപ്പൺ, ആ ഓപ്പണിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ദ ഡോർ ആണ് സബ്ജക്റ്റായിട്ട് നമുക്ക് വരേണ്ടത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കേരള PSC യിൽ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. സെയിം നമ്മുടെ തൊട്ട് മുന്നേ ചോദിച്ച പോലത്തെ അതേ മോഡലിലുള്ള വന്നിരിക്കുന്നതാണ്. പാസ്റ്റിൽ തന്നെയാണ് ഇതും കിടക്കുന്നത്. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബ്രൂട്ടസ് ആരെ കൊന്നു, ആരെ കുത്തി, സീസറിനെ കുത്തി. അപ്പോൾ സീസറാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ സീസർ ഇതാണ് തുടങ്ങേണ്ടത്. നോക്കൂ, എല്ലാ ഓപ്ഷനും സീസറിൽ തന്നെയാണ് കിടക്കുന്നത്. സീസർ ഈസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്, സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്, സീസർ ഹാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്, സീസർ ഹാഡ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രൂട്ടസ് സ്റ്റാബ്ഡ് ഇവിടെ ഹാസ് ഹാഡ് ഒന്നും ചേർന്ന് വരില്ല. അപ്പോൾ ഓപ്ഷൻ സി ആൻഡ് ഡി ക്യാൻസൽ ചെയ്യാം. പിന്നെ സീസർ ഈസ് സ്റ്റാബ്ഡ് വരേണ്ടത് പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ സ്റ്റാബ്ഡ് ഓൾറെഡി പാസ്റ്റ് ടെൻസിൽ കിടക്കുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ വാസ് ആണ് ചേർക്കേണ്ടത്. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആൻസർ എന്താണ്, ബി, സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ കറക്റ്റ് പാസീവ് വോയിസ് നോക്കുക തന്നെയാണ്. ഐ റൈറ്റ് എ നോവൽ. ഐ റൈറ്റ് എ നോവൽ. ഞാനൊരു നോവൽ എഴുതുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ നോവലാണ് ഇവിടുത്തെ എന്തെന്ന് പറയേണ്ടത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പം നമ്മൾ എന്ത് സെലക്ട് ചെയ്തു, എ നോവലിനെ സെലക്ട് ചെയ്തു. റൈറ്റ് അത് പ്രസൻറ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈസ് ആണ് ചേർന്ന് വരേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. ഈസ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എ നോവൽ ഈസ് റിട്ടൺ ബൈ മീ. ഐ എന്താണോന്ന് പറഞ്ഞിരുന്നു, മീ ആണോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ എ നോവൽ ഈസ് റിട്ടൺ ബൈ മീ, അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ലേഡി മിഷണറി ഗേവ് ഹിം എ ബ്ലാക്ക് ബോ. എ ലേഡി മിഷണറി ഗേവ് ഹിം എ ബ്ലാക്ക് ബോ. ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഗേവ് ഹിം, അവനൊരു ബ്ലാക്ക് ബോ കൊടുത്തു എന്നുള്ളതാണ് കറക്റ്റ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നോക്കൂ. ഓപ്ഷൻസ് നോക്കൂ. ഹി വാസ് ഗിവൺ എ ബ്ലാക്ക് ബോ ബൈ എ ലേഡി മിഷണറി. എ ബ്ലാക്ക് ബോ വാസ് ഗിവൺ ടു ഹിം ബൈ എ ലേഡി മിഷണറി. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ഓൺലി എ ഈസ് കറക്റ്റ്. ഇവിടെ നമ്മൾ എങ്ങനെ ആൻസർ അറിയിക്കും? എ ലേഡി മിഷണറി ഗേവ് ഹിം എ ബ്ലാക്ക് ബോ. ഇവിടെ നമുക്ക് ബോത്ത് എ ആൻഡ് ബി കറക്റ്റാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഹിം. അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആ വസ്തു എന്ന് പറയുന്നത് എ ബ്ലാക്ക് ബോയ് ആണ്. എന്താണ് എ ബ്ലാക്ക് ബോ? അവിടുത്തെ നമുക്ക് ഒന്നുകൂടെ ആ സെൻറ്റൻസ് വായിക്കാം. എ ലേഡി മിഷണറി ഗേവ് ഹിം എ ബ്ലാക്ക് ബോ. ആ ലേഡി മിഷണറി അവനൊരു ബ്ലാക്ക് ബോ കൊടുത്തു. അവനൊരു ബ്ലാക്ക് ബോ കൊടുത്തു. അപ്പോൾ അവരെന്ത് കൊടുത്തു? ബ്ലാക്ക് ബോ. അതാണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴാണ് അവൻ എന്നുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ ആ ലേഡി മിഷണറി അവൻ എന്ത് ചെയ്തു? ഒരു ബ്ലാക്ക് ബോ കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ടും ഒബ്ജക്ട്സ് ആയിട്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മൾ ഗേവ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ കിടക്കുന്നു. അതിൻ്റെ കൂടെ അപ്പോൾ വാസ് വരണം. വാസ് ഗിവൺ എന്നതിനെ ആക്കാം. ഇനി നമുക്ക് അതിന് എന്തൊക്കെ ആക്കാം? ഹി വാസ് ഗിവൺ എ ബ്ലാക്ക് ബോ ബൈ എ ലേഡി മിഷണറി എന്നും എഴുതാം. എ ബ്ലാക്ക് ബോ വാസ് ഗിവൺ ടു ഹിം ബൈ എ ലേഡി മിഷണറി. രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ഹിയർ. നമുക്ക് എക്സാമിന് മിക്കവാറും എന്ത് ചെയ്യാറില്ല, രണ്ട് ഓപ്ഷനും കൂടി തരാറില്ല. അതിൽ ഒന്നേ തരാറുള്ളൂ. ഇങ്ങനെ രണ്ട് ഓപ്ഷനും ഉണ്ടെങ്കിൽ, അതായത് രണ്ട് ഒബ്ജക്ട്സിനെയും മെയിൻ ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ രണ്ടിടത്തും വാസ് ഗിവൺ ഉപയോഗിച്ചിട്ടുണ്ടോ, ഹിം അവിടെ ഉണ്ടോ, അതുപോലെ തന്നെ ബൈ എ ലേഡി മിഷണറി അവിടെ ഉണ്ടോ. ഇതൊക്കെയാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. വാസ് ഗിവൺ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്സ് തീർന്നതിന് ശേഷം ഒരു PYQ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കംപ്ലീറ്റ് PYQs ആഡ് ചെയ്തിട്ട് ഓരോ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs നമുക്ക് അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ടോപ്പിക്കിനുമായിട്ട് ചേർന്ന് വരുന്ന രണ്ടൊന്ന് PYQs മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന് ചോദിച്ചാൽ നമ്മൾ വെർബ് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വാസ് വരണം, പ്രസൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈസ് വരണം, ഹാസ് വന്നാൽ ബീൻ വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർന്ന് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്